നല്ല ദിവസം ദാനമായി തന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ. സ്നേഹമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിഞ്ഞത്. വിശ്വസിച്ചത് കൊണ്ടാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം വാഗ്ദാനം നൽകിയത്, ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കുവാൻ നിനക്ക് കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. സ്നേഹമുള്ളവരെ, ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ അബ്രഹാം വിശ്വസിച്ചു. അതുകൊണ്ടാണ് വിശ്വാസമുള്ളവർ ദൈവവിശ്വാസിയായ അബ്രഹാത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നത്. സ്നേഹമുള്ളവരെ, പ്രതീക്ഷയോടെ വിശ്വസിച്ച് കാത്തിരിക്കുന്നവരെ ദൈവം അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കും. എപ്പോഴും നാം ചിന്തിക്കണം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാവീദിനെ നമ്മൾ കാണുന്നു. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തതും രാജാവാക്കി രാജഭരണം ഏൽപ്പിച്ചതും അവന്റെ ആകാരവടിവോ ഉയരമോ ബാഹ്യരൂപമോ കണ്ടതുകൊണ്ടല്ല, അവന്റെ ഹൃദയഭാവം കണ്ടതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാനും കഴിഞ്ഞാൽ അവിടുന്ന് സകലവും നന്മയ്ക്കായി മാറ്റും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. പുതിയൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് കർത്താവിന്റെ അടുക്കൽ തിരികെ വരാം. ദൈവത്തിന്റെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുന്നവരെ അവിടുന്ന് തക്ക സമയത്ത് ഉയർത്തുന്നു. എല്ലാം നന്മയ്ക്കായി അവിടുന്ന് മാറ്റുന്നു. നമുക്ക് കർത്താവിന്റെ അടുക്കൽ കടന്നു ചെല്ലാം. നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങൾ തിരികെ വരുന്നു. യേശുവേ, ഭാരങ്ങളോ പ്രയാസങ്ങളോ നമ്മെ അലട്ടുമ്പോഴും അവിടുന്ന് പറയുന്നു, മകനെ, മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ, അവിടുത്തെ ആരാധിക്കുവാൻ നമുക്ക് ഒന്നു ചേരാം. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ കടന്നു വരുന്നു. രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും എൻ്റെ താതൻ തന്നിടുമ്പോ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ താതൻ
സ്വർഗാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി. പ്രതികൂല സാഹചര്യങ്ങൾ ഏറെ വരുമ്പോൾ നമുക്ക് അനുകൂലമായി യേശു കൂടെ വരും. തളരാതെ നമ്മെ തകർക്കാതെ എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന നാഥനോട് നമ്മുടെ സങ്കടങ്ങൾ പറയാം. വിശുദ്ധിയുള്ള ജീവിതം നമുക്ക് നയിക്കാം. കർത്താവേ, ഞങ്ങൾ തിരികെ വരുന്നു. പ്രതികൂലങ്ങൾ അനുകൂലമായി യേശുവുണ്ട്. പ്രതികൂലങ്ങൾ അനുകൂലമായി യേശുവുണ്ട്. പതറുകില്ല, തളരുകില്ല, സ്വർഗസിയോനിലെത്തിയിടുന്ന. പതറുകില്ല, തളരുകില്ല, സ്വർഗസിയോനിലെത്തിയിടുന്ന. എല്ലാം നന്മയ്ക്കായി. സ്വർഗാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി. സ്വർഗാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും. എല്ലാം നന്മയ്ക്കായി. സ്വർഗാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി. എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും നയിക്കട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.